പ്രശാന്ത്, ബംഗ്ലാദേശിലെ പുതിയ സംഭവ വികാസങ്ങൾ അത് ഏതൊക്കെ തരത്തിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതും ആലോചിക്കുന്നവരുണ്ട്. അതെങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. കാരണം നമ്മൾ കണ്ടതാണ് ഒരു സമയം വരെ ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമം, തുടർന്ന് അവിടെ ഈ പാകിസ്ഥാനുമായിട്ടുള്ളൊരു കൂട്ടുകെട്ടിലേക്ക് പോലും കാര്യങ്ങൾ മാറുന്ന രീതിയിലാണല്ലോ കണ്ടത്. ഇപ്പോൾ തന്നെ ഏറ്റവും ഇന്നും വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇന്ന് ത്രിപുര ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് കിടങ്ങുകൾ നിർമ്മിക്കുന്നതായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിപ്പോൾ ത്രിപുര മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിരിക്കുകയാണ്. അതിന് ഉടനടി തീരുമാനമുണ്ട്. കാരണം ഡാം തുറന്നു വിട്ടാലും മഴ പ്രദേശമാകുമ്പോഴത്തേക്കും ത്രിപുര മുങ്ങിപ്പോവും. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് മണ്ണിട്ടുയർത്തുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. നമ്മൾ മണ്ണിട്ടുയർത്തി അവർക്കും പണിയാവും. അപ്പോൾ ആ രീതിയിലേക്ക് ഡെയിലി അങ്ങ് വിഷയങ്ങൾ കണ്ടെത്തുക, മനസ്സിലാവുന്നുണ്ട് വിഷയങ്ങൾ. അല്ലെങ്കിൽ അതിൻ്റെ പുറകിലൊരു അത് പ്രകോപിച്ച് എങ്ങനെയും രണ്ടെണ്ണം മേടിച്ചിട്ട് അതിൻ്റെ പുറകിലൊരു അജണ്ട ഉണ്ടാവുമല്ലോ, എന്തൊക്കെയോ ഉണ്ട്. പക്ഷേ ഇന്ത്യ അത് ഇവിടം വരെ വരുന്നു അല്ല ഇതിനെ എന്തോ അടിക്കാനാന്ന് വെച്ചിട്ട് ഇരിക്കത്തില്ല. ചിലതിനെയൊക്കെ നമ്മൾ എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവവികാസം എന്ന് പറഞ്ഞാൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, മുള്ളുവേലി കെട്ടുന്ന വിഷയത്തിനകത്ത് പലയിടത്തും വന്ന് തർക്കം ഉണ്ടാക്കി. ആദ്യമേ നമ്മുടെ ഹൈക്കമ്മീഷനെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞു. ഇത് ഈ അതിർത്തി നേരത്തെ ഉള്ളതാണ്, വളരെ കാലം മുമ്പേ അതിനകത്ത് വേലി കെട്ടി തിരിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അത് ഈ രാജ്യവും തമ്മിൽ അത്തരത്തിലൊരു ആവശ്യം ഉണ്ടാവാത്തത് കൊണ്ടാണ്. അന്നേരവും ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൊള്ളക്കാരും അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരും ഒക്കെ ഉള്ളിടത്ത് നമ്മൾ ചിക്കന് അതുപോലെ ചില പ്രത്യേക ഈ സ്ഥലങ്ങളിൽ അന്നേരവും നമുക്ക് വേലി ഉണ്ടായിരുന്നു. കാരണം കൊള്ളക്കാരുണ്ട്, കടത്തുകാരുണ്ട്, ഈ അവിടുന്ന് സാധനങ്ങൾ കൊള്ളയടിക്കുന്ന അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ കടത്തുന്നവരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൂടി കടത്തുകയും അല്ലെങ്കിൽ ഈ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത അവിടെയൊക്കെ വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പ്രദേശമാകമാനം വേലി കെട്ടി തിരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിന് 30,000 കോടി രൂപയോളം നമ്മൾ അനുവദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ പട്ടാളത്തെ വന്ന് അല്ലെങ്കിൽ അവിടെ പറ്റത്തില്ല, ഇവിടെ പറ്റത്തില്ല, ഈ അതിർത്തി പണ്ട് ഹസീനയുമായിട്ടുള്ള ബന്ധം വെച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചതാണ്, ഇതല്ല യഥാർത്ഥ അതിർത്തി വീണ്ടും തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പലവട്ടം പോവാൻ പറഞ്ഞു. അവസാനം ഇവന്മാരെ ഓടിച്ചു, പട്ടാളക്കാർ ഓടി. നമ്മുടെ പട്ടാളം പറഞ്ഞിട്ട് നാട്ടുകാരോട് ഇറങ്ങി ഇവരെ ഓടിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു രീതി. ഇപ്പം ബംഗ്ലാദേശിന് ഇപ്പം സംഭവിച്ചേക്കുന്ന കാര്യം പറഞ്ഞാൽ കുറേ കാലം കൊണ്ട് പ്രശ്നമാണ്. ഈ പ്രശ്നത്തിനിടയ്ക്ക് വന്നിൽ ചോറി ചോദിക്കുന്ന പോലെ ചില കള്ളുകൂടിയന്മാർ കലവും ചട്ടും എല്ലാം തല്ലിപ്പിടിച്ച് ഓടുകളക്കി നാശം ഉണ്ടാക്കി അരിയെടുത്ത് കളഞ്ഞ് കിണറ്റിലിട്ട് ഇവൻ വന്നിട്ട് അവസാനം വൈകിട്ട് കെട്ടുവിടുമ്പോൾ ചോറ് ചോദിക്കുന്നതല്ല, ഇടയ്ക്ക് വെച്ച് അരി ചോദിച്ചു. അരി നമ്മൾ കൊടുത്തു. ലോകത്തെ ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ കൊടുത്തിട്ട് ഇവിടുത്തെ വ്യവസായികൾ അരി കൊടുത്തു. അരി കൊടുക്കാൻ നമ്മൾ അനുവദിച്ചു. കഴിഞ്ഞ ദിവസം ഡീസൽ വേണമെന്ന് പറഞ്ഞു. ഡീസൽ കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. ഏറ്റവും അവസാനം എല്ലാ കാര്യത്തിനകത്തും നമ്മളുടെ കാരുണ്യമില്ലാതെ പണ്ടും ജീവിച്ചിട്ടില്ല, നാളെ കാലത്ത് അവന് ജീവിക്കാനും പറ്റത്തില്ല. എല്ലാ സംവിധാനങ്ങളും തറന്നു കിടക്കുകയാണ്. ടാക്സ് എല്ലാം വളരെ ഉയരത്തിൽ കിടക്കുകയാണ്. ഇപ്പം ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ഇവർ പറയുമ്പം 4000 കിലോമീറ്റർ ബോർഡറുണ്ട് നമ്മുടെ. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഉപദ്രവിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന പോലെ ഇന്ത്യക്ക് ഇവനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇങ്ങോട്ട് ഈ 4000 കിലോമീറ്റർ നമുക്ക് ശ്രദ്ധ വേണം. നമ്മൾ വേലി കെട്ടി നമുക്ക് അവനെ അതുപോലെ അക്സസ്സാണ്. അത് മനസ്സിലാക്കണം. നമ്മളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യമാണ്. പിന്നെ നമുക്ക് ശകലം വിഷയം ഉണ്ടായിരുന്നെന്ന് പറയാം, മ്യാൻമർ ഭാഗമായിരുന്നു. അവിടെ ഈ ചൈനക്കാർ കയറി കളിച്ചിട്ട് അവിടെ നിന്ന് വെച്ചാൽ ചൊറിച്ചിലും മാന്തലും ഒക്കെ നുഴഞ്ഞു കയറ്റവും ചൊറിച്ചിലും മാന്തലും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ എന്തോ ചെയ്തു? അരക്കൻ ആർമി കയറി ബോർഡറായില്ലേ? അരക്കൻ ആർമിയുടെ കയ്യിലാണല്ലോ ആ ബോർഡർ മൊത്തം. ആ പ്രദേശം മൊത്തം ഒരു 200-300 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി അവരങ്ങ് നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ അവരുടെ രാജ്യമായി, പ്രഖ്യാപനം മതി. അപ്പം ഇപ്പം സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അരക്കൻ ആർമി കയറി ആ ബോർഡർ മൊത്തം പിടിച്ചു. ഏകദേശം അവർ പിടിച്ച പ്രദേശത്തൊന്നും അവർ മാറിയിട്ടില്ല. പല ഘട്ടങ്ങളിലും പല രീതിയിലും ഈ പറയുന്ന പട്ടാളം നോക്കുന്നുണ്ട്. പക്ഷേ അവരുടെ അടുത്തങ്ങ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവൻ വെൽ ട്രെയിൻഡാണ്. ഏറ്റവും ഇവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധമൊന്നും അവരുടെ ആയുധത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഇപ്പം ബംഗ്ലാദേശിനെ വളഞ്ഞു വെച്ചേക്കുക ഇന്ത്യ. യഥാർത്ഥത്തിൽ പറഞ്ഞു ശരിക്കും നമ്മൾ വളഞ്ഞു വെച്ചേക്കുക. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പറയുന്നത് പോലെ അവിടെ ആഭ്യന്തര വിഷയമാണല്ലോ. ആഭ്യന്തര വിഷയം മുറുകിക്കൊണ്ടിരിക്കുക. BNPയുടെ കെയർ ഓഫിൽ ആഭ്യന്തര വിഷയം മുറുകിയപ്പോൾ ആ ആഭ്യന്തര വിഷയത്തിനകത്ത് BNP നേതാവിന് രക്ഷയില്ലാന്ന് കണ്ടുകൊണ്ട് അവിടുന്ന് ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ എയർ സ്പേസിൽ കൂടെ അവർ ലണ്ടനിൽ പോയി. അവിടുന്ന് കഴിഞ്ഞ ദിവസം കയറിപ്പോയതാണ് രണ്ടാമത്തെ നേതാവ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്കറിയാം ഈ കാര്യമൊക്കെ ശരിയാണ്, ഇവരൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമെന്നൊക്കെ. നാളെ കാലത്ത് ഇവരും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന BNP ഉണ്ടാക്കുന്ന സമരം എന്തിനാ?
ജനാധിപത്യ സംവിധാനത്തിൽ കൂടി സമരം വരുന്നതിന് വേണ്ടി. അപ്പം ആ സമരം ഉരുത്തിരിക്കുന്നതിൻ്റെ അകത്ത് ഈ ഭീകരന്മാർ കയറിയിട്ട് ഇവിടെ ജനാധിപത്യം വേണ്ടെന്ന് പറഞ്ഞ് ഇവരെ കൊന്നാലും ചെയ്യും. എന്തോ റിപ്പോർട്ട് കിട്ടാതെ ഇവരൊന്നും ഇവിടുന്ന് പോകത്തില്ലല്ലോ. അതിന് ചികിത്സ എന്ന് പറയുന്ന കാര്യം വന്നാലല്ലേ ഇന്ത്യക്ക് അകത്ത് കയറ്റി വിടത്തുള്ളൂ. കാരണം ഇന്ത്യക്കെതിരെ കലാപം ഉന്നയിച്ച ആളാണ്. ഇപ്പം യൂനസ് അവിടുന്ന് പൊക്കോളാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ തൊട്ടേ റിപ്പോർട്ട് കിട്ടുന്ന യൂനസ് അവിടുന്ന് പോകാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നു. അല്ല, അങ്ങനെ ഒരു സ്ഥാനപ്രശ്നനാക്കും. ആ സ്ഥാനപ്രശ്നമാക്കുമെന്ന് പറയാം. ഇതുവരെ സ്ഥാനപ്രശ്നമായിട്ടില്ല. ഹസീന പ്രധാനമന്ത്രി അല്ലേ? അതെ, എൻ്റെ പൊന്നു സാറേ, നിലത്ത് കിട്ടിയാലേ അഭ്യാസം കാണിക്കാനേ പോകും. സാർ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. സാറിൻ്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ എന്തു ചെയ്യും? ഹസീനയ്ക്ക് പറ്റിയ എന്തുവാ? ഹസീന പറഞ്ഞാൽ കേൾക്കാത്ത പട്ടാളം, ഹസീന പറഞ്ഞാൽ കേൾക്കാത്ത പോലീസ്, ഹസീന പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥന്മാർ, ഹസീനയ്ക്ക് നിയന്ത്രിക്കാൻ വയ്യാത്ത ബംഗ്ലാദേശ്. പിന്നെ എങ്ങനെ ഹസീന പ്രധാനമന്ത്രിയാവുന്നേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഇതിപ്പം ഡീപ് സ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ കലാപം ഓപ്പറേറ്റ് ചെയ്തു വരുന്നവരുടെ കയ്യിലൊന്നുമല്ല കലാപം ഇപ്പം നിൽക്കുന്നത്. അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ശക്തികളുണ്ട്. ഓപ്പറേറ്റ് ചെയ്ത ഈ ഭാഗ്യശക്തികൾ അവിടെ ഹസീനെ ഓടിക്കാൻ വേണ്ടി ഒരു ഭാഗ്യശക്തികൾ കളിച്ചിരുന്നു. ആ ഭാഗ്യശക്തികളുടെ കയ്യിലായിരുന്നു ഇതുവരെ ഈ ബംഗ്ലാദേശിൻ്റെ കളി മൊത്തവും. ജമാഅത്ത് ഇസ്ലാമിയെ വെച്ച് കളിക്കുന്നു, വിദ്യാർത്ഥി നേതാക്കന്മാരെ വെച്ച് കളിക്കുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അവിടെ ആഭ്യന്തര വിഷയം ഉണ്ടാകുന്നു. പക്ഷേ അത് നിയന്ത്രിക്കുന്നത് ആരാണെന്ന് അറിയാൻ വയ്യാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. യൂനസിൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. BNP അതിൻ്റെ അകത്ത് സമരം തുടങ്ങി വെച്ചു. പക്ഷേ BNPക്ക് വിശ്വാസമില്ല ഈ സമരം ഇവിടെ തരുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് കയറി കളി നല്ല വൃത്തിയായിട്ട് കളിച്ച് നിർത്തിയേക്കുക. യൂനസിന് നാളെ കാലത്ത്, കാരണം അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം അത്ര മോശമൊന്നുമല്ലല്ലോ. ലോകത്ത് എവിടെ എന്ത് വിഷയം ഉണ്ടെങ്കിൽ അവർക്കറിയാതെ എന്നെ കൊണ്ട് അവർ രഹസ്യാന്വേഷണ വിഭാഗം യൂനസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ പന്തിയല്ല. അതിനുവേണ്ടി അവിടുത്തെ നമുക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ടല്ല, ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇവിടെ ദുബായിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇവിടെ കിടപ്പുണ്ട്. സിംഗപ്പൂർ 2 ഫ്ലൈറ്റ് കിടപ്പുണ്ട് ഇവിടെ എയർപോർട്ടിൽ ഏത് സമയം കയറിപ്പോകുന്നതിന് വേണ്ടി. ഈ യൂനസിന് കയറിപ്പോകാൻ വേണ്ടി 2 ചാർട്ടേഡ് ഫ്ലൈറ്റ്. ഇനിയും യൂനസിന് വീണ്ടും തിരക്കുക. യൂനസ് ആകപ്പാടെ പെട്ട് നിൽക്കുക. കാരണം 20-ാം തീയതി അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വരും. ട്രംപിന് യൂനസ് ഒന്ന് പറഞ്ഞാൽ കണ്ടുകൂടാ. കാരണം ഇയാൾ ആരുടെ ഭാഗമാണെന്നും ഇയാൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സും ഒക്കെ എന്താണെന്ന് അറിയാമല്ലോ. ഇയാൾ ശരിക്കും പറഞ്ഞാൽ പട്ടിപ്പലിശയുടെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പട്ടിപ്പലിശയുടെ പൈസ ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അമേരിക്കയിൽ ഈ പൈസ ക്ലിൻ്റൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ട് അവിടെ. ആ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ പൈസ ബംഗ്ലാദേശിൽ കൊണ്ടുവന്ന് വലിയ മൈക്രോ ഫൈനാൻസ് പോലെ കൊടുത്തിട്ട് ആ പലിശ മേടിച്ച് അവിടെ കൊണ്ടുവന്നു. അത് അമേരിക്കയ്ക്ക് ടാക്സ് കിട്ടാത്ത വിധത്തിലാണ് ആ പൈസയുടെ വരവും പോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇലക്ഷന് മുമ്പേ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ട്രംപ് ഇപ്പോൾ കേസെടുക്കാൻ പോവുക. ആ കേസിനകത്ത് ആരൊക്കെ അകത്ത് പോകുന്നു, അന്നേരം യൂനസ് ഈ പറഞ്ഞ പോലെ ഇവിടുന്ന് സേഫായിട്ട് അമേരിക്കയിലോട്ട് ചെന്നിരുന്ന ബൈഡൻ അല്ല അവിടുത്തെ 20-ാം തീയതി തൊട്ട് ഇത് പ്രസിഡന്റ് ട്രംപാ, ഇയാളെ അന്നേരേ പിടിച്ചങ്ങത്ത് വെക്കും. ആ കാനഡയിൽ ആരും വെക്കും. അതുകൊണ്ട് ഇയാൾ ഫ്രാൻസിൽ പോകാനാണ് സാധ്യത. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നിരന്തരം വിഷയം ഉണ്ടാക്കുന്ന ഒരു കിടങ്ങ് വീഴ്ചെന്ന് പറഞ്ഞില്ലേ, കിടങ്ങ് വീഴ്ച ഇപ്പോൾ യുദ്ധം ചെയ്യാനാണ്. കിടങ്ങ് വീഴ്ച എന്തിനാണെന്നറിയാമോ? കിടങ്ങ് വീഴ്ചയിൽ ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടെന്ന് പറയുന്നത് സാറേ ഇന്ത്യയോടൊന്നും യുദ്ധം ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഈ പറയുമ്പോൾ എന്തു ഈ പറയുന്നത്? ബംഗ്ലാദേശിന് അത്ര അങ്ങ് ശേഷിയൊന്നും അത്ര കരുത്തുള്ള സമയത്ത് നടക്കത്തില്ല. അതിൽ വൃത്തിയായിട്ട് പോകുന്ന സമയത്ത് ഇപ്പം എണീറ്റ് നിൽക്കാൻ വയ്യ. പിന്നെ എങ്ങനെ തല്ലുന്നേ? സാമ്പത്തികമില്ല. പിന്നെ എന്തോ സൈനിക സംവിധാനം എന്തോ ഉണ്ട്. നമ്മുടെ BSFൻ്റെ അടുത്ത് നമ്മുടെ പിള്ളേരാ ഓടിച്ച് ഈ ഗ്രാമീണരാ ഓടിച്ച് ആടി കൊടുത്ത് പട്ടാളക്കാരനെ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ. അവൻ്റെ നാട്ടുകാരൻ കയറി അടിച്ചോടിക്കാന്ന് പറഞ്ഞാൽ പിന്നെ എന്തോ അതിനകത്ത് ഒരു കാര്യം. പട്ടാളക്കാർ മാറിയുന്നതേ ഉള്ളൂ, യുവമാർ കയറി അടിച്ചെന്ന്. ആരാ പശ്ചിമ ബംഗാളിലും മറ്റിടത്തുള്ള അതിർത്തി ഗ്രാമങ്ങളിലുള്ള കാരണം നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ ഈ നിരീക്ഷണത്തിന് വേണ്ടി ഗ്രാമവാസികളാണ്, വളരെ ദൂരമുണ്ടല്ലോ. 4000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര പട്ടാളം നിൽക്കുമ്പോഴും. മാത്രമല്ല അവർക്ക് ഇങ്ങോട്ട് കയറി നേരത്തെ കയറി ഇറങ്ങി നടന്നിട്ട് ഞാൻ അവിടുന്ന് 2 ആടിനെ ഇങ്ങോട്ട് കയറ്റി ഇവിടുത്തെ സഹോദരന്മാരെ പോയിട്ട് അത്രയ്ക്ക് സൗഹൃദത്തിൽ നിന്നെയാണല്ലേ. ഇപ്പം അവർക്കപ്പം അറിയാൻ പറ്റും. ഇവന്മാരെ തമ്മിൽ തിരിച്ചറിയാനും പാടില്ലേ സാർ? ഒരേ ഷേപ്പും ഒക്കെയാണ്. ഈ പശ്ചിമ ബംഗാളിലും ബംഗ്ലാദേശിലും ഉള്ളവന്മാരെ കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കും. ഒരു 71 വരെയൊക്കെ ഏകദേശം കുടിയേറ്റം സുഖകരമായിട്ട് നടക്കുന്നത്. ഈ 71 വരെയൊക്കെ ഒരു രാജ്യം പോലെ കിടന്നത്. അതിനുശേഷവും നമ്മൾ ഈ രാജ്യത്തിനെ അകറ്റി നിർന്നിരുന്നില്ലല്ലോ. നമ്മളെ ആശ്രയിച്ചായിരുന്നല്ലോ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അങ്ങോട്ട് അതിർത്തി വിട്ട് കയറും, ഇങ്ങോട്ട് അതിർത്തി വിട്ട് കയറും. ഈ കൊള്ളക്കാരും മയക്കുമരുന്നുകാരും ഒക്കെ കയറുമ്പോഴും അല്ലെങ്കിൽ ഈ കാലിക്കച്ചവടം കളിക്കൊള്ളും എല്ലാം നടക്കുന്നുണ്ട്. അതൊന്നും വലിയ മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം ഇപ്പോഴതൊന്നും അല്ല. ഇപ്പോൾ ഏതെങ്കിലും ശത്രുവായി.
അവിടുത്തെ ഈ ന്യൂനപക്ഷ വേട്ടയും കൂടെ കണ്ടപ്പോഴത്തേന് ആൾക്കാർ ഇളകി നിൽക്കുക, ബോർഡറിലൊക്കെ ഇവനെ കണ്ട കാച്ചു ബംഗ്ലാദേശികളെ ദേഷ്യപ്പെട്ട് നിൽക്കുക. അപ്പം ഈ ഏറ്റവും പട്ടാളക്കാരെ കാട്ടി അതിനകത്ത് ആടെ തിരിച്ചറിയുന്നതിന് കൂടുതലുള്ള നാട്ടുകാരെ ഈ ബംഗ്ലാദേശിലെ വിഷയം വന്നപ്പോൾ തന്നെ ഈ ബോർഡർ, ഈ ആസാം ഉൾപ്പെടെയുള്ള സ്ഥലത്തെ പോയിട്ട് ബോർഡറിനകത്ത് നാട്ടുകാർക്ക് ട്രെയിനിങ് കൊടുത്തു. പട്ടാളക്കാർ വളരെ കുറച്ച് ദിവസം എടുത്ത് ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ വില്ലിങ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഈ നാട്ടുകാർ മതി, ഇപ്പം നാട്ടുകാരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേലികെട്ട് വളരെ സുഭിക്ഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വന്ന വേലി കെട്ടണ്ടെന്ന് പറഞ്ഞവനൊക്കെ ഒരു ഓടിച്ച് പെരയ്ക്കകത്ത് കയറ്റി. അപ്പം ഈ ഇന്ത്യ വളഞ്ഞു വയ്ക്കുന്നു. യൂനസ് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ വിചാരിക്കണം, നമ്മൾ എയർ സ്പേസിൽ കൂടെ രക്ഷപ്പെടാനൊക്കത്തുള്ളൂ. ഇപ്പോൾ എല്ലാ രീതിയിലും കാര്യങ്ങൾ ഇങ്ങനെയാക്കി ഇരിക്കുകയാണ്. കിടങ്ങ് കുഴിച്ചത് പറഞ്ഞില്ലല്ലോ, കിടങ്ങ് കുഴിച്ചതെന്ന് പറഞ്ഞാൽ അത് വേറൊന്നിനുമല്ല, യുദ്ധം ചെയ്യാനൊന്നുമല്ല സാറേ. ഏറ്റവും അവസാനം ഈ നമ്മൾ ഇവിടുന്ന് ഈ ആൾക്കാരെ വളരെ കൂടുതലായിട്ട് പിടിച്ചിട്ട് നാട് കടത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നു സാറേ, ഒരാളുകൂടെ അതിനകത്തോട്ട് കയറിയാലും ഇപ്പം ബാധ്യതയാണ്, ഉള്ളവനെ ആപ്പാട് കൊടുക്കാൻ വയ്യ. അപ്പം നമ്മൾ ഇവനെ ബോർഡർ കടത്തി വിടുക. ഈ ബോർഡർ കടത്തി വിടുമ്പോൾ സുഖമായിട്ട് കയറിപ്പോകാതിരിക്കാൻ വേണ്ടി വലിയ കിടങ്ങ് കുഴിച്ചിട്ടേക്കുക. മനസ്സിലായില്ലേ? അതിനുവേണ്ടിയാണ് ഇപ്പം ഈ ബോർഡറിൽ കിടങ്ങ് കുഴിച്ചേക്കുന്നത്. നമുക്ക് കിട്ടുന്ന അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട്. അല്ലാതെ അവിടെ ഇരുന്ന് വെടിവെക്കാനൊന്നുള്ള സാധനം കയ്യിലില്ലേ. ഇവിടുന്ന് ഇപ്പം നമ്മൾ അഭയാർത്ഥികളെ പിടിച്ച് നാട് കടത്തിക്കൊണ്ടിരിക്കുക, ബോർഡർ കയറ്റി ബോർഡർ പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിനകത്ത് ഇവൻ വളരെ പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്നൊക്കെയാണ്. ഏതായാലും ഒന്നുമില്ല, എന്നാലും മൂച്ചിന് കുറവൊന്നുമില്ല.